നമസ്കാരം. കോട്ടയം ജില്ലയിലെ 10% താഴെ ഉള്ള ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷാ സ്ലാങ്ങിനെ ജില്ലയുടെ മൊത്തം ഭാഷയായി ചിത്രീകരിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഇട്ട ഒരു വീഡിയോ അഥവാ റീൽ, അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളിട്ട ഒരു റിയാക്ഷൻ ഷോർട്സ്, അതിന് ഞങ്ങളുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ഇട്ട ഒരു കമൻറ്റ്, അത് അനാവശ്യമായ ഒരു സ്പർദ്ധ സൃഷ്ടിക്കും എന്ന് ഞങ്ങളെ അറിയാവുന്ന പലരും മറ്റ് പല സമൂഹ മാധ്യമങ്ങൾ വഴി ഞങ്ങളെ അറിയിച്ചതെ തുടർന്ന് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിന് ഒരു മറുപടി ആവശ്യമാണ്. ആ കമൻറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യമൊന്ന് നോക്കാം. പിന്നെ കോട്ടയം, കുറച്ച് ലാഫിങ് ഇമോജീസ്. ഞാൻ 24 അല്ലെങ്കിൽ 24 ഇയർ കോട്ടയമായിരുന്നു, ദേശാഭിമാനി, ഇപ്പോൾ ആലപ്പുഴ ട്രാൻസ്ഫർ, വീണ്ടും കുറച്ച് ലാഫിങ് ഇമോജികൾ. പിന്നെ ഒന്നും തോന്നരുത്, വീണ്ടും ഒരു ലാഫിങ് ഇമോജി. എന്നാ കലിപ്പ, ഒരു ലാഫിങ് ഇമോജി. എന്നാ മടുപ്പ്, ഒരു ലാഫിങ് ഇമോജി. മുരിപ്പിൽ കയറി, വീണ്ടും കുറേ ലാഫിങ് ഇമോജീസ്. അത് കഴിഞ്ഞിട്ട് കോട്ടയം കാർ എന്നല്ല, കോട്ടയം കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് കോട്ടയം കാർ, കോട്ടയത്തെ വണ്ടിയാണ്, കോട്ടയം കാർ എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. എന്തുമായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലാഫിങ് ഇമോജി. എന്നിട്ട് നല്ല മീൻ കറി, കോമ കൊടുത്തിട്ടില്ല, പോട്ടെ, നല്ല ബീഫ് കറി കൂട്ടണമെങ്കിൽ എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. എഴുതിയത് കുട്ടണമെങ്കിൽ, പത്തനംതിട്ട, വീണ്ടും ഒരു ലാഫിങ് ഇമോജി. എന്നിട്ട് ഡിസ്ട്രിക്ട് ഷോർട്ടാക്കി ഡിസ്റ്റ് എന്ന് കൊടുത്തിട്ട് വരണം എന്ന് കൊടുത്തിട്ട് വീണ്ടും കുറേ ലാഫിങ് ഇമോജീസ്. അയാളിവിടെ ഞങ്ങൾ പറയാത്ത ഒരു കാര്യമായിട്ടുള്ള മീൻ കറി, ബീഫ് കറി, ഇതിനെക്കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. കോട്ടയംകാരുടെ മീൻ കറി മാത്രം നല്ലതെന്നോ കോട്ടയംകാരുടെ ബീഫ് കറി മാത്രം നല്ലതെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വിഷയം മാറ്റുകയാണ് ഉദ്ദേശം, അതോ മറ്റെന്തെങ്കിലും ആണോ ഉദ്ദേശം, ഞങ്ങൾക്കറിയില്ല. പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള ഉദ്ദേശമായിരുന്നിരിക്കാം. സാധാരണ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ കാര്യമാക്കാതിരിക്കുകയും അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യുകയും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യും തോറും ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പലർക്കും മറ്റുള്ളവരെ വിമർശിക്കാം, അങ്ങനെ പറയേണ്ട കാര്യമില്ല, എല്ലാത്തിനും കയറി അഭിപ്രായം പറയേണ്ടതില്ല എന്നെല്ലാം പറയാം. അവനവൻ്റെ അനുഭവത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഒരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ, അത് ഈ കമൻറ്റിൽ അയാൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അത് ന്യായമായിട്ടുള്ളതാണോ അല്ലേ? അതിലെ ബീഫ് കറി, മീൻ കറി, അതെന്തുമായിക്കോട്ടെ, അതിൽ ഞങ്ങളൊന്നും പറയുന്നില്ല, അതയാളുടെ അഭിപ്രായം. ആദ്യം പറഞ്ഞ വാചകം. പിന്നെ കോട്ടയം, ഞാൻ 24 ഇയറായി കോട്ടയമായിരുന്നു, ദേശാഭിമാനി, ഇപ്പോൾ ആലപ്പുഴ ട്രാൻസ്ഫർ. അയാൾ ഉദ്ദേശിച്ചത്, അയാൾ 24 വർഷം കോട്ടയം ജില്ലയിലുണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾക്ക് കോട്ടയത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, കോട്ടയം ഭാഷയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ വർഷം കോട്ടയം ജില്ലയുമായി ബന്ധമുള്ള ഒരു കുടുംബത്തിൻ്റെ ചാനലാണ് കേട്ടില്ലേ കോട്ടയത്തൊരു ഫാമിലി ചാനൽ. അനേകം തലമുറകളായി കോട്ടയം ജില്ലയുടെ മധ്യഭാഗത്ത്, അഥവാ പ്രോപ്പർ കോട്ടയം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് വസിക്കുന്നവരാണ് ഞങ്ങൾ. കോട്ടയം ജില്ലയുടെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തെ മാത്രം ഭാഷ എടുത്തുകൊണ്ട് അത് ജില്ലയുടെ മൊത്തം ഭാഷയാക്കി ചിത്രീകരിക്കുന്നത് സിനിമകളിലും മറ്റും അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു വ്യത്യാസത്തിന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പലയിടങ്ങളിലും കുറേ കാലമായി കാണുന്നത് അവർക്കൊരു ക്രൂരവിനോദമെന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വിനോദം. അതായിരുന്നു യഥാർത്ഥത്തിൽ. ഞങ്ങളിവിടെ കോട്ടയം ഭാഷയെ പലരും കോട്ടയത്തെ ഒരു പ്രദേശത്തെ, അതും 10% മാത്രം
10% താഴെ മാത്രമുള്ള ആളുകളുടെ ഭാഷയെ ജില്ലയുടെ മൊത്തം ഭാഷയായി ആക്കി കാണിച്ചപ്പോൾ അതങ്ങനെയല്ല എന്ന കാര്യവും, പിന്നെ കേരളത്തിലെ മറ്റൊരു ജില്ലയിലെ ഒരു പ്രദേശത്തെ മാത്രം ആൾക്കാർ അവരല്ലാതെ കേരളത്തിൽ വേറെ ഒരിടത്തും ആരും അച്ചടി ഭാഷ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്നതും, പിന്നെ ആ പറഞ്ഞ ആൾക്കാർ ലോക്കൽ സ്ലാങ്സ് ഉപയോഗിക്കുന്നതും കാര്യകാരണ സഹിതം തെളിവ് സഹിതം ഞങ്ങൾ വിശദീകരിച്ച് കാണിക്കുക മാത്രമാണ് ഞങ്ങളുടെ ചാനലിൽ ഇന്നോളം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഷോർട്സിൽ ആ കാണുന്ന ഇൻസ്റ്റഗ്രാം പേജുകാർ അവരുടെ എന്താ പറയുക, അവരെ വളരെ സൗമ്യമായ രീതിയിൽ വളരെ മാന്യമായ ഭാഷയിൽ അവർ പറഞ്ഞ പ്രസ്താവനയിലെ തെറ്റുകൾ എന്തെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഇനി പേര് പറഞ്ഞു, എൻ്റെ ചാനൽ നെയിം പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ പേര് പല പ്രാവശ്യം പറഞ്ഞു, അവരാ ഇൻസ്റ്റഗ്രാം റീലിന് പ്രതികരിച്ചുകൊണ്ട് ഇട്ടതിൽ ആ പേജിൻ്റെ പേര് പറഞ്ഞു എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, അല്ലാതെ എന്തിനുള്ള പ്രതികരണമാണെന്ന് ആളുകൾ എങ്ങനെ അറിയും? ഇപ്പോൾ ഈ പറഞ്ഞ ഇതേ വാചകം തന്നെ പേര് പറയാതെ എങ്ങനെ, അല്ലെങ്കിൽ ചാനൽ നെയിം പറയാതെ എങ്ങനെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് പറയാതെ എങ്ങനെ ആളുകൾ അറിയും ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് എങ്ങനെ അറിയും എന്ന ചോദ്യത്തെ തുടർന്നാണ് ഞങ്ങൾ ചാനൽ നെയിമുകളും ചാനൽ നടത്തുന്ന ആളുകളുടെ പേരുകളും അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ ഷോട്ട്സ് ഇപ്പോൾ കണ്ടതുപോലെയുള്ളത് ഇടുകയാണെങ്കിൽ അത് എന്ത് കാര്യത്തെ ബേസ് ചെയ്തുള്ളതാണ്, അത് ഏത് ഇൻസ്റ്റഗ്രാം പേജുകാർ പറഞ്ഞതിനെ ബേസ് ചെയ്തുള്ളതാണ് എന്നതും ഹൈഡ് ചെയ്യാതെ അങ്ങനെ തന്നെ കൊടുത്തത്. യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് അഗൻസ്റ്റായിട്ട് യാതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നയാൾ അയാളുടെ ജോലിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഒരു നിസ്സാര കാര്യത്തിന് ഈ ഭാഷയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞുള്ളതിന് ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ലൈവിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ചാനൽ നെയിമിലില്ലാത്ത ഒരു ക്യാരക്ടറിൻ്റെ പേര് വെച്ചിട്ട് അവർ ഞങ്ങളെ അഭിസംബോധന ചെയ്തു. അപ്പോൾ ആദ്യം കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന് തുടങ്ങുന്ന പാട്ട് അതിലൊരിടത്തും കുഞ്ഞച്ചൻ എന്നൊരു വാക്കില്ല. കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലേതല്ല, മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിലേതാണ് ആണ് ആ ഗാനം എന്ന് ഞങ്ങൾ പല തരത്തിൽ നീട്ടിയും ചുരുക്കിയും ഒക്കെ ഞങ്ങൾ എഴുതിയിട്ടും അവർ മനഃപൂർവ്വം ഇനി സ്പാമായി പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് നീണ്ടു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവർത്തിച്ച് വരികയോ ചെയ്താൽ മാത്രമേ സ്പാം ആവുകയുള്ളൂ. അപ്പോൾ സ്പാം ആയതല്ല, എന്നാൽ അവർക്ക് അവരുടെ തെറ്റ് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. അവരുടെ അഹങ്കാരം കൊണ്ട് അവർക്ക് അവരുടെ തെറ്റ് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിലെ അല്ല, മാന്യശ്രീ വിശ്വാമിത്രൻ സിനിമയിലെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കാണ് അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടായത്. അപ്പോൾ കുറേ ആയിട്ട് അവരത് വായിക്കാഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ ചാനലിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടിലെ കോട്ടയത്തിൻ്റെ ഫാമിലി ചാനലിലെ കൊച്ചുമകൻ അക്ഷയ് എന്ന ഞാൻ എഴുതി മാന്യശ്രീ വിശ്വാമിത്രൻ സിനിമയിലേതാണ്, അത് കോട്ടയം കുഞ്ഞച്ചനിലെയാണെന്ന് എഴുതിയല്ലേ അങ്ങനെ പറഞ്ഞത്, സാരമില്ല എന്നിട്ടു. അതവർക്ക് പിടിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ടാണ് അങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞോട്ട് അവർ. അപ്പോൾ അതല്ല എന്ന് ഞാൻ എഴുതി. പിന്നെ ഞാൻ ഓർത്തിനി ഇവർക്ക് ഞങ്ങളെ മനസ്സിലാകാഞ്ഞിട്ടാണോ, മുൻപ് ഇവരുടെ ചാനലിൽ 2-3 തവണ ഞങ്ങൾ ചാനൽ മിക്കപ്പോഴും വിസിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ ലൈവിൽ മുൻപ് പല പ്രാവശ്യം ചെന്നിട്ടുമുള്ളതാണ്. അപ്പോൾ അവർ അത് മറന്നിട്ടാണോ എന്ന് കരുതി ഞങ്ങളുടേത് ഒരു ഫാമിലി ചാനലാണ് എന്ന് കൊടുത്തിട്ട് ഞങ്ങളുടെ ചാനലിലെ അംഗങ്ങളുടെ പേരുകളും
എന്താണ് തൊഴിൽ എന്നതും എഴുതി. ഉടനെ അവരതിനെ വളച്ചൊടിച്ചത് അമ്മച്ചി ഡോക്ടർ, അമ്മ ടീച്ചർ, അമ്മ നീതാ മിസ്, മകൻ അക്ഷയ് സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിനെ മറ്റൊരു രീതിയിലേക്കാക്കി. എന്നിട്ട് അങ്ങനെ എങ്കിൽ ഞങ്ങളുടെ ഇതും ഫാമിലി ചാനലാണ്, ഇവിടെ മോനെ ഇങ്ങ് വന്നേടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടനെ അവരുടെ മകനെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഫാമിലിയിലും ഡോക്ടറും പോലീസുമൊക്കെ ഉള്ളതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരതിനെ മറ്റൊരു രീതിയിലേക്കാക്കി. എന്നിട്ട് പുതിയതായിട്ട് അവരുടെ ലൈവിലേക്ക് വന്നവർ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നാണെന്ന മട്ടിൽ പറഞ്ഞു. ഇത് തന്നെ പലരുടെയും ലൈവിൽ സംഭവിച്ചു. പലരുടെയും ലൈവിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാത്ത ചേർത്തും പലരും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ ചില തറകളുടെ വിധം ഞങ്ങളുടെ ലൈവിൽ വന്നിട്ട് ചാനലുകളെല്ലാം മോശം, നീ മാത്രം നല്ലത് എന്ന ഡയലോഗും. ഇപ്പോൾ ഞങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ ഈ സംഭവം, അതായത് തൊഴിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയ ആ ചാനലിൻ്റെ പേരും ചാനലുകളെല്ലാം മോശം നീ മാത്രം നല്ലത് എന്നെഴുതിയ ആളുടെ ആ ചാനൽ ഓർ ID അതിൻ്റെ പേരും ഒക്കെ ഞങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ, അത് എന്താണെന്നുള്ളതൊക്കെ വേണമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാമായിരുന്നു. എന്നാൽ ഞങ്ങളത് പറഞ്ഞില്ല. അത് ഞങ്ങളുടെ മാന്യത. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നന്ദി.